ജർമ്മനിയിലെ ബോണിൽ ലോകപ്രശസ്തമായ ഒരു മ്യൂസിയമുണ്ട്. അലക്സാണ്ടർ ക്യൂണിക് മ്യൂസിയം. അനേകമനേകം ജീവജാലങ്ങളെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു പ്രദർശനശാല ഈ മ്യൂസിയത്തിൽ ഉണ്ട്. നാനാതരം ജീവിവർഗ മാതൃകകളുടെ വിപുലമായ ശേഖരവും ഇവിടെയുണ്ട്. അതിനാൽ പ്രകൃതി ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലും താൽപ്പര്യമുള്ള ശാസ്ത്രജ്ഞർക്ക് അവലംബിക്കാവുന്ന മികച്ച ഒരു ഗവേഷണ സ്ഥാപനം കൂടിയാണ് ഇത്. ജീവിവർഗങ്ങളുടെ വംശനാശത്തിൻ്റെ കാരണങ്ങൾ തുടങ്ങി നാനാതരം വിഷയങ്ങൾ ആധാരമാക്കിയുള്ള വളരെ ഗൗരവതരമായ ഗവേഷണങ്ങൾ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട്. 1948 സെപ്റ്റംബർ 1 ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻ്ററി കൗൺസിലിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഈ മ്യൂസിയം ഹാളിലാണ് നടന്നത്. അതിനാൽ ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ ജന്മസ്ഥലമാണ് ഈ മ്യൂസിയം എന്ന് പറയാം. 1858 ഫെബ്രുവരി 20 ജനിച്ച് 1940 ജൂലൈ 16 അന്തരിച്ച പ്രകൃതിശാസ്ത്ര ജീവശാസ്ത്ര വിദഗ്ധനായ അലക്സാണ്ടർ ക്യൂണിക് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ജർമ്മൻ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ബോണിൽ എത്തിയത്. പഞ്ചസാര വ്യവസായത്തിലൂടെ തൻ്റെ കുടുംബം ആർജിച്ച സമ്പത്ത് മുഴുവൻ അദ്ദേഹം ഈ മ്യൂസിയം സ്ഥാപിക്കുന്നതിനായി ചെലവാക്കുകയാണ് ഉണ്ടായത്. ഈ മ്യൂസിയത്തിലെ ജീവിവർഗങ്ങളുടെ മാതൃകകൾ സമാഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ഫണ്ട് മുഴുവൻ അദ്ദേഹം ഇങ്ങനെയാണ് കണ്ടെത്തിയത്. തീരെ ചെറുതും വലുതുമായ അനേകമനേകം ജീവജാലങ്ങളെ ഇവിടെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ ജന്തുവിനെയും ജീവിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥ കൂടി കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. വനാന്തരങ്ങളുടെ ദൃശ്യവും മരുഭൂമിയുടെ ദൃശ്യവും ആ മരുഭൂമിയിലും വനാന്തരങ്ങളിലുമുള്ള ജീവജാലങ്ങളുടെ ദൃശ്യവുമൊക്കെ ഇവിടെ അതേ സാഹചര്യത്തിൽ കാണാം. തിമിംഗലത്തിൻ്റെയും ആനകളുടെയും അസ്ഥികൂടങ്ങളും ഇവിടെ കാണാം. ജീവജാലങ്ങളുടെ മഹാപ്രപഞ്ചത്തിലേക്കുള്ള ഒരു ജാലക കാഴ്ച തന്നെയാണ് ഈ മ്യൂസിയം.